എന്തോ അടി? ഒരു കാര്യം പറയണ്ടേ? എന്തോ കാര്യം? നിന്റെ ജെട്ടി കാണുന്ന മറച്ചു വെക്ക്. പോണു. നീ ഇത് കാണാൻ ഇങ്ങോട്ട് വന്നാ ഊടി തരാൻ കൊണ്ടിട്ടോ പോ. അയ്യേ ശല്യം. എടാ ഞാൻ താഴെ വല്ല വീട് ഒന്നാമത് എനിക്ക് ബാലൻസ് ഇല്ല. താഴെ വീഴത്തില്ല, അവിടം വരെ പോകണ്ടേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്? ഞാൻ ചുമ്മാ വന്നയാടാ നിന്നെ സഹായിക്കാൻ. അല്ലെങ്കിൽ നീ കിടന്നുറങ്ങുന്ന 10 വരെയല്ലേ, നീ പോയി കിടന്നുറങ്ങിക്കോ. എന്നെ സഹായിക്കാനൊന്നും വരണ്ട. ഞാൻ പഠിപ്പിച്ചു തരാന്ന് യോഗയൊക്കെ, എനിക്കിത് അറിയുന്ന കാര്യല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം കേട്ടോ. നീ പഠിപ്പിക്കണ്ട, നീ പൊക്കോ പോ. എന്താ ചെയ്? ഞാൻ ചെയ്തോളാം. നിന്നെ കാണിച്ച് എനിക്ക് പറ്റത്തില്ല, പൊക്കോ. പേടി. പേടിയും കൂടി ഒന്നുമില്ല. ഞാൻ എടാ ഈ പട്ടി മുള്ളുന്ന പോലെ നിക്കാനല്ല പറഞ്ഞത്, നേരെ നിക്ക്. നിനക്കിപ്പോ എന്താ വേണ്ട? ചുമ്മാ ചൊറിയുന്ന പൊക്കടി. എടാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാടാ, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ബോറടിക്കുന്ന എന്നാ ഇവിടെ എന്തുമാത്രം പണിയുണ്ട്? പോയി അമ്മയെ ഹെൽപ്പ് ചെയ്യടി. അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. എന്നൊരു കാര്യം ചെയ്യ്, രാവിലെ എനിക്ക് ഓടിട്ടോ കണ്ടം വഴി നോടിട്ടോ പോ. എടാ അങ്ങനത്തെ കാര്യങ്ങളല്ല, എനിക്ക് എന്തെങ്കിലും പണി ചെയ്യണം, നല്ല എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ? നിന്നെ വേഗം കെട്ടിച്ചു വിടാം. ഒരു 5-6 പിള്ളേരൊക്കെ അതിന് നല്ല രസമായിരിക്കും. 5-6 പിള്ളേരെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കാലോ. ഇൻട്രസ്റ്റിംഗ്, വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. എന്തേ അമ്മേ ഇവളെ കെട്ടിച്ചു വിടാൻ പറഞ്ഞ ബഹളം വെക്കുന്നു. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും കെട്ടിച്ചു വിടേണ്ട സമയം. അയ്യോ എന്നെ ഇപ്പഴേ കെട്ടിച്ചു വിടണ്ട, PSC എല്ലാം കഴിഞ്ഞിട്ട് വിട്ടാ പോരെ. എന്റെ ഒരു ആഗ്രഹം നോക്ക്. ഇവനെ വല്ല ചങ്ങലയിലാണ് കെട്ടിയിടമ്മ. നിങ്ങളെ രണ്ടാളെയും ചങ്ങലൊക്കെ ഇടേണ്ട സമയമായിട്ടുണ്ട്. അമ്മ എന്നാ ചുമ്മാ ഇടയ്ക്ക് ഡയലോഗ്. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. ഞങ്ങൾ സംസാരിക്കുമ്പോ ഈ അമ്മയ്ക്ക് ചുമ്മാ എപ്പോഴും ഉള്ളതാ. ഞങ്ങൾ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. അപ്പൊ അത് ശരി, ബോബനും മോളി ഒന്നായോ? ഞങ്ങൾ ചിലപ്പോ അടി ഉണ്ടാക്കി ഇരിക്കും, വഴക്കുണ്ടാക്കി എനിക്ക് ചിലപ്പോ തോളിൽ ഇങ്ങനെ കൈയിട്ടുന്നിരിക്കും. എന്തേ വലിയ പ്രശ്നമുണ്ടോ? അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടി നിനക്ക് മേലനങ്ങാത്തൊരു പണി പോലെ ഫ്രീ ആയിട്ട് അതെ ചുമ്മാ ഇരിക്കാ, ബോറടി മാറുക. എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ പറ പറയാം. അയ്യോ ഞാൻ സൂര്യ നമസ്കാരം ചെയ്തില്ല. എടാ അതിന് ഇനി ഒരുപാട് സമയം എടുക്കില്ലേ? സമയൊന്നും വേണ്ട, ബാ. എത്ര നാളൊക്കെ ഉണ്ടാവുമോ ഈ സ്നേഹമൊക്കെ? എടാ വേണുക്കുട്ട, നീ ആ പേര് നോട്ട് ചെയ്തോ? ചാണ്ടീസ് ട്രാവൽസ്. എടാ ചണ്ടി അല്ല, ചാണ്ടി, CHANDI. അളിയ നമുക്ക് അവിടെ പോയിട്ട് നല്ല ഗോവൻ പെനി ഒക്കെ അടിച്ച് ബിയറൊക്കെ അടിച്ച് 4 കാലം തുള്ളി ചേർന്നളിയാ. സ്വാതന്ത്ര്യം കിട്ടുമല്ലേ, പോയിരിക്കാൻ പറ്റുമോ? അടിച്ച് പൊളിക്കണം നമ്മള്. പൈസയുടെ കാര്യം നീ വിട്. ഗോവ ഉണ്ടാക്കിയ ദൈവത്തിനറിയാം, അവിടെ എത്തിപ്പെടാനുള്ള പൈസ ഉണ്ടാക്കി തരാൻ. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ഓക്കെ. എന്താണ്? ഒന്നുമില്ല. നീ എന്തിനാ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നത്? രാവിലെ കുരുത്തക്കേടാണല്ലേ? നീ എന്നാ അവിടെ ഒറ്റയ്ക്ക് നിക്കടാ, വല്ല പട്ടിയും പിടിച്ച് കടിക്കുന്നില്ല. ഹലോ അച്ഛൻ സാറ് പോലെ ഇങ്ങോട്ട്. ഒന്നാമത് എനിക്ക് പട്ടീനെ പേടിയില്ല. പട്ടിക്ക് നിന്നെ ആയിരിക്കും പേടി. രണ്ടാമത് നമുക്ക് കണ്ണും നോക്കിയിരിക്ക. കണ്ണും നോക്കിയിരിക്കാന് നമ്മളാര് കാമുകന്മാരെ കണ്ണും നോക്കിയിരിക്കാൻ? അതിന് എനിക്ക് കാമുകി ഇല്ലല്ലോ. ഒരു നാണം വന്നല്ലേ അത്. എന്താണ് അല്ല കാമുകി ഉണ്ടാ? ഞാൻ സിഗ്മ ബോയ് അല്ലേ? സിഗ്മ ബോയ് എന്തോടെ? ജെൻസി പിള്ളേരുടെ കാര്യം അച്ഛനൊന്നും മനസ്സിലാവില്ല. ആരേത് പിള്ളേര്? ജെൻസി പിള്ളേര്. എന്തൊക്കെയാടാ ഇത്? അച്ഛനെ പൂക്കി അച്ഛനല്ലേ? എന്തോടെ നീ എന്താ വിളിച്ചേനെ? അച്ഛനെ പൂക്കി അച്ഛൻ. പറഞ്ഞേ. അച്ഛനെ പൂക്കി അച്ഛൻ. പൂക്കി? എന്താ അതിന്റെ അർത്ഥം? എന്താ പൂക്കി പറഞ്ഞാൽ? ഭയങ്കര പ്രിയപ്പെട്ട അല്ല, ചക്കരായിട്ട്. ഈ പുതിയ ഇപ്പൊ നീ പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ അച്ഛനെ കൂടെ പഠിപ്പിക്കാവോ? അയ്യോ അത് വേണ്ട. എന്താ ഈ വീട് മൊത്തം അലമ്പാക്കും. അതുകൊണ്ടാ. പിന്നെ കാണും ടീച്ചർ വന്നിട്ട് PT മീറ്റിംഗ് ടീച്ചർ വന്നിട്ട് അച്ഛന്റെ മുമ്പിൽ നാണം കെടുത്താൻ എന്നെ തന്നെ. എപ്പോഴെങ്കിലും നിന്റെ ടീച്ചർ മുമ്പ് ഞാൻ നിന്നെ നാണം കെടുത്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചില്ല. നിനക്ക് വേണേ മതി. നിന്റെ ഈ ചേച്ചിമാരും ചേട്ടനും ഒക്കെ ഇപ്പൊ ജോലിയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ച് പോകും. പിന്നെ ഈ അച്ഛനെ ഉണ്ടാവുള്ളൂ നിനക്ക് കൂട്ടൻ. സത്യം സത്യമല്ലേ?
എന്തുവാടേ ഇത്? അവര് വീടിന് ഇറങ്ങിയിട്ട് ഒരിക്കലും വരില്ല. ഓ, അതാണ് നിന്റെ ഉദ്ദേശം. അവരെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണം. വല്ലാത്ത ബുദ്ധി തന്നെടേ. കൃഷ്ണേച്ചി കാണിച്ച ഭയങ്കര സ്വൈരക്കേട്, മധുവേച്ചി കാണിച്ച എനിക്ക് സപ്പോർട്ട് പക്ഷെ ഭയങ്കര ഓവറാ. സഞ്ജുവേട്ടൻ ഇല്ലാത്തത് ഭാഗ്യ. ഞാനിതൊക്കെ പോയി അവരോട് പറഞ്ഞു കൊടുക്കട്ടെ. നീ അവരുടെ കഷത്തിനിടെ ഒട്ടിയല്ലേ നടക്കുകയുള്ളൂ. അന്നേരം അച്ഛനെ കാണുമ്പോഴാണല്ലോ ഒരു പുജ്ഞം. പുജ്ഞം പറഞ്ഞ പുജ്ഞം എന്ന് വെച്ചാൽ ഇപ്പൊ നിനക്കുള്ള ആ സാധനം തന്നെ. ഒരു 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 എന്താ പറയാ, നിന്റെ ഭാഷ പഠിത്തമല്ല, ഇൻസൾട്ട്, ഒരു നാണം കെടുത്തുന്ന പെരുമാറ്റം. അറിയുന്നുണ്ട്. നീ വാക്ക് പഠിപ്പിക്കുകയില്ലയോ? വാക്ക് പഠിപ്പിച്ച എനിക്ക് എന്തേരും? എന്ത് വേണം? എന്ത് തരും? നിനക്ക് എന്ത് വേണം? ഭയങ്കര ആദ്യം പുളിക്കും പിന്നെ മധുരയ്ക്കും നെല്ലിക്ക പോലത്തെ ഭയങ്കര പുളിയാ. ഒരു പേര് ഞാൻ മറന്നു, ഒരു ചെറിയ പേരൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിച്ച് മേടിച്ചു. 1 രൂപയ്ക്ക് പുറത്ത്. നീ പഠിപ്പിക്കുകയോ ഇല്ലയോ? വാക്ക് നമ്മൾ ഇന്ന് തൊട്ട് പുതിയ വാക്കുകൾ പഠിക്കുന്നു.